വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാം ദേവരാജ്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ മത്സ്യ കർഷകർ. വ്യവസായ മന്ത്രി പി രാജീവിന്റെ വീട്ടിലേക്ക് കർഷകർ ഇന്ന് മാർച്ച് നടത്തും. നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തും. അതിനിടെ കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ മരട് നഗരസഭയിൽ ഇന്ന് അടിയന്തര യോഗവും ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ, ഇപ്പോൾ പി രാജീവിന്റെ വസതിയിലേക്കാണ് മത്സ്യ കർഷകർ മാർച്ച് ചെയ്യുന്നത്. വിശദാംശങ്ങൾ. നികേഷ് കുമാർ, പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്ന് മത്സ്യ കർഷകർ ഇന്ന് വ്യവസായ മന്ത്രി പി രാജീവിന്റെ വീട്ടിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ധനസഹായം ഉടൻ തന്നെ ലഭ്യമാക്കുക, പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ ധനസഹായം ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഇന്ന് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കടവന്ത്രയിലെ റീജിയണൽ ഓഫീസിലേക്കാണ് ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ രാസമാലിന്യം ഇല്ല എന്ന തരത്തിൽ PCB റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത്തരത്തിൽ വ്യവസായ സ്ഥാപനങ്ങളെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സഹായിക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരടിൽ കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. ഈ സംഭവത്തിൽ ഒരു അടിയന്തര യോഗം ഇന്ന് മരട് നഗരസഭയിൽ ചേരുന്നുണ്ട്. ഇതിൽ ഫിഷറീസ് കുഫോസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കർഷകരും നഗരസഭാ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ ആലുവയിൽ പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി പുഴയിൽ ചില ഭാഗങ്ങളിൽ ചുവന്ന നിറമാവുകയും അതോടൊപ്പം തന്നെ ചില മീനുകൾ ചത്തുപൊങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. എന്നാലും ഈ കാര്യത്തിലും കുഫോസും ഫിഷറീസ് അധികൃതരും നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നികേഷ് കുമാർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.